അനന്തൻ നായർക്ക് ദേഷ്യം തോന്നാൻ ഇത് തന്നെ ധാരാളമാണ്. മാഷെ, എനിക്ക് എതിർക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ ഭീരുത്വം എന്നെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. എടോ, ആകെ മുങ്ങിയ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? പോണേ പോട്ടടോ. ഹെഡ് കോൺസ്റ്റബിൾ ചാത്തുക്കുട്ടിക്ക് മോഹൻദാസ് എന്നൊരു മകൻ ജനിച്ചിട്ടില്ലെന്ന് ധൈര്യമായിട്ട് അങ്ങ് വിചാരിക്കുക. ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ ഇവിടെ പരിവർത്തനത്തിന്റെ പാത വെട്ടാൻ കഴിയൂ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കടോ. പട്ടാപ്പകൽ വീട്ടിൽ കയറി വന്ന് തല്ലുണ്ടാക്കിയ ഒരു അക്രമിയെ എന്തർത്ഥത്തിൽ വെറുതെ വിട്ടു എന്നാണ് ചോദിക്കുന്നത്. അക്രമികളെ നേരിടാൻ കഴിവില്ലെങ്കിൽ ഈ കാക്കിക്കുപ്പായ ഊരി വെച്ച് സലാം പറഞ്ഞു പോകണം. താനാരാ? പറഞ്ഞോ, താനാണ് എനിക്ക് കാക്കിക്കുപ്പായം കഴിച്ചൊന്ന് ഇറങ്ങി പോടാ. എന്റെ വീട്ടിൽ ഇറങ്ങി പോടാ. എന്റെ ആളുകളെ ചീത്ത വിളിക്കുന്നത് എന്നെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ്. ഞാനേ ഒരു സാധുവാ, ഭീരുവാ. പക്ഷെ ഈ നാറി എന്നോട് ഊരി വെക്കാൻ പറഞ്ഞ ആ കാക്കി കുപ്പായുണ്ടല്ലോ, അത് ഞാനെടുത്തിട്ടത് പലതും പ്രതീക്ഷിച്ചുകൊണ്ടാ. ആ കുപ്പായത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. ഏമാമാരുടെ ഏറാം മൂടുകൾ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങും. ഒരു ഭീരുവിനെ പോലെ 1000 തവണ മരിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരും എന്നെ വിലട്ടാൻ നോക്കണ്ട. ഓഹോ, എങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവരെ ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എന്നെ അനുസരിക്കാതിരുന്നിട്ടില്ല. ആ, അനുസരിപ്പിക്കാൻ 5-6 പട്ടികളെ വാങ്ങിച്ച് വീട്ടിൽ വളർത്തിയത്. തൊപ്പി തെറിക്കുന്നതിന് മുമ്പ് വീണ്ടും വിചാരം ഉണ്ടായാലും എല്ലാവർക്കും നന്ന്. കഴുത്തിന് മുകളിൽ തലയിൽ കൊടുത്തോളം കാലം തൊപ്പി അവിടെ തന്നെ കാണും. കാണാം. ആ, കാണാം. ബാലൻ എന്തെങ്കിലും ഒരു തീരുമാനം പറ. ഇന്ന് രാത്രി സൊസൈറ്റിയുടെ രോഗമില്ലത്ത് കൂടണമെന്ന് തീരുമാനിച്ചിരിക്കാൻ ബാലൻ വരണം. അനന്തൻ നായരെ അവസാനിപ്പിക്കാതെ ഒരു സൊസൈറ്റി ഇവിടെ രക്ഷപ്പെടില്ല. എനിക്കിപ്പോ മുകളിൽ ആകാശം, താഴെ ഭൂമി. ചിലപ്പോ തൂക്കിക്കൊല്ലുമായി, അത്രയല്ലേ ഉള്ളൂ. കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമാവില്ല ബാല. ഒരു അനന്തൻ നായർ മരിച്ചാൽ 1000 അനന്തൻ നായർ വരും. അടിച്ചമർത്തപ്പെട്ടവന് സംഘബോധമുണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. ബാലന്റെ സാന്നിധ്യം സൊസൈറ്റിക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന്? കൂടെ നിൽക്കണം. ബാലൻ കൊലമരത്തിൽ കയറിയതുകൊണ്ട് നാട്ടുകാർക്ക് എന്തു ഗുണം? ബാലന്റെ പക, ബാലന്റെ പ്രതിഷേധം ഒക്കെ ക്രിയാത്മകമായി തിരിച്ചു വരണം എന്നാണ് എന്റെ അപേക്ഷ. സൊസൈറ്റിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാവുന്നത് വരെ ഇതിന് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയല്ലേ. എത്ര ചാക്ക് വേണമെങ്കിലും അടുക്കി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. സൊസൈറ്റി കാരണം തിരുനെനിക്ക് ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ലെന്നേ ഉള്ളൂ. ആരെ വിഷമിപ്പിക്കണമെന്നാണ്? അനന്തൻ നായരുടെ എതിർപ്പുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ എതിർപ്പ് എത്രത്തോളം ഉണ്ടാകുമെന്ന് കാണാൻ തന്നെയാ ഞാൻ കാത്തിരിക്കണേ. കുറെ നാളായിട്ട് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇത്രയും ആൾക്കാർ കൂടെ ഉള്ളപ്പം ഇനിയെ പേടിച്ചിത്തരല്ലേ അത്? വേണച്ചാൽ കർഷക സഹകരണ സംഘം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ ബോർഡും പഠിച്ചോളൂ. അപ്പോ ആ പ്രശ്നം അങ്ങനെ കഴിഞ്ഞു. ഇനി വേണ്ടത് ധൈര്യമായിട്ട് എല്ലാവരും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതോടെ നമ്മുടെ സൊസൈറ്റി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നർത്ഥം. ഏലമായാലും കുരുമുളകായാലും ദിവസം തോറും വില കയറി വരികയാണ്. നമ്മുടെ സാധനങ്ങൾക്ക് ഏറ്റവും നല്ല വില കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ വിൽക്കൂ എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിക്ക് വളരാൻ കഴിയൂ. ഹലോ, എവിടേക്കാണ് സാർ? ഇത് മുതലാളി ജീപ്പാണ്. ഏത് മുതലാളി? ഈ ഭൂലോകത്തിന്റെ മുതലാളിയൊന്നും അല്ലല്ലോ. എന്താണാവോ കന്നാസിനകത്ത്? സാറിനറിയില്ലേ? അന്ന് DSP സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, പറഞ്ഞു. വാറ്റുകാരല്ലേ? അതെ. എങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാണ് സാർ? പറയാം, വണ്ടി എടുക്ക്. സ്ഥലം പറഞ്ഞാൽ കൊള്ളായിരുന്നു. എറോ വണ്ടി. വിരോധമില്ലെങ്കിൽ സാറൊന്ന് ഇറങ്ങി വന്നാൽ കൊള്ളാം.
അല്ല, ഇതൊക്കെ നമുക്ക് എക്സൈസുകാരെ വിളിച്ചേപ്പിക്കാം. എന്താ? അല്ല, കുഴപ്പമൊന്നുമില്ല. തന്റെ ഭൂലോക മുതലാളി വന്ന് ജാമ്യത്തിലെടുത്തോളൂ. എനിക്ക് ഈ ചാരായം മാറ്റുന്ന സ്ഥലം വരെ ഒന്ന് പോകണം. കൂടെ വരണമെന്നില്ല, സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സൈസുകാർ വരുന്നവരെ സ്റ്റേഷനിൽ ഇരുന്നോളൂ. ആ, ഇദ്ദേഹത്തെ അകത്തിരുത്തിക്കോളൂ. എന്നിട്ട് എക്സൈസ് ഓഫീസിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കും. സാറിന് കേസാക്കാൻ പോവുകയാണോ? ആ, എന്താ കുഴപ്പമാവോ? തീർച്ചയായിട്ടും കുഴപ്പമുണ്ടാവും സാർ. മുതലാളി പ്രശ്നം ഉണ്ടാക്കും സാർ. കുഴപ്പമുണ്ടാക്കണോ നമുക്ക് കാണാം. What I say, Brody. ആ കുട്ടി നിറഞ്ഞു. സാറെന്താ ഇവിടെ? എന്താ, എനിക്ക് വന്നൂടെ? പോലീസുകാരും ഇവിടെ വരാറില്ല. മാസാമാസം മുതലാളി സ്റ്റേഷനിൽ കാശെത്തിക്കുകയാണ് പതിവ്. എനിക്ക് കാശല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ചാരായമാണ്. ആ, എല്ലാവരും പാത്രങ്ങളൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. സാറേ, ഇതൊക്കെ മുതലാളിയുടെ വകയാ. മുതലാളിയോ? എല്ലാവരും ജീപ്പിക്കട്ടെ. ആ, ഈ നാട് നന്നാക്കുമെന്ന് ഞാൻ നോക്കട്ടെ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി ഇത് വെക്കണല്ലോ. ആ, നടക്കണം അങ്ങോട്ട്. ആ, ആരാ? ഞാനാണ് സർ, ബാലൻ. അപ്പൊ ഞാൻ തീരെ മോശമല്ലല്ലേ? ഏതായാലും നിങ്ങളെ ഇക്കാര്യത്തിൽ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് തല്ലാനും പിടിക്കാനും ഒക്കെ കഴിവുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തി തന്നത് നിങ്ങളാ. ആ നന്ദി എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ആ റാസ്കൽ അനന്തൻ നായരോട് പോയി പറഞ്ഞേക്ക്, എന്നെ തല്ലാൻ ഇത്ര ആള് പോരെന്ന്. പോയാ പട്ടികളെ. ഓണോ?
അല്ല ആരാ ഇത്? എന്തെന്നാ സാറേ ഇത്? ഞാൻ നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരനല്ലേ. എന്നാലും സാറ് ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ നിങ്ങൾ എന്നെയും കൂടെ സഹകരിപ്പിക്കണം. വിവരങ്ങളൊക്കെ അറിഞ്ഞു അനന്തനായരുമായി ഇടയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നിങ്ങളെ പോലെയുള്ള ഉശിരുള്ള ചെറുപ്പക്കാരൻ എന്റെ കൂടെ ഉള്ളപ്പോ ഞാനെന്ത് പേടിക്കാനാ? അനന്തൻ നായരല്ല, രാവണൻ നായർ വന്നാലും നമുക്ക് നോക്കാം. ആ പണി നടക്കട്ടെ. ഇതെവിടെ കൊണ്ടുപോകുന്നു? ഞങ്ങൾ കർഷക സഹകരണ സംഘമുണ്ടാക്കി സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാകുന്നത് വരെ ചരക്കൊക്കെ ഇല്ലത്താണ് സംഭരിക്കുന്നത്. നിന്നെ പോലുള്ള പല അരപ്പാളികൾക്കും കൃഷി നടത്താനും വളം വാങ്ങാനും ഒക്കെ കാശ് തന്നാരാണെന്ന് മറന്നിട്ടില്ലല്ലോ. ആ കാശ് പലിശയോടെ തിരിച്ച്, പക്ഷേ നഷ്ടത്തിന് ചരക്ക് തരാൻ നിവർത്തി. ഓഹോ, എന്നു മുതലാണ് നിനക്കൊക്കെ ഈ ധൈര്യം ഉണ്ടായത്? മുതലാളി, ആ ജീപ്പ് ഒന്ന് മാറ്റിയാൽ കൊള്ളാം. ഈ കാളവണ്ടികൾ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പോ എനിക്ക് ചരക്ക് തരാൻ നിവർത്തിയില്ല അല്ലേ? ഇല്ല. ഛീ, ഇറങ്ങടാ.